നമസ്കാരം. അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് വഴി വളരെ സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ പോലും നിഷ്പ്രയാസം അഭിമുഖീകരിക്കുവാനും ലക്ഷ്യപ്രാപ്തി നേടുവാനും ഉപകരിക്കും. ഏറ്റെടുത്ത ദൗത്യത്തിന് പൂർണ്ണത കൈവരും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെ നിഷ്പ്രയാസം അഭിമുഖീകരിക്കുവാൻ സാധിക്കും. വിദേശ ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കുവാനോ വിദേശത്ത് ഉദ്യോഗം നഷ്ടപ്പെടും എന്നുള്ളൊരു തോന്നലുകളെല്ലാം ഒഴിവായി പുനർനിയമനം ലഭിക്കുവാനോ യോഗം കാണുന്നുണ്ട്. മറ്റു ചിലർക്ക് ബന്ധുമിത്രാദികളെ ഒരുമിച്ച് താമസിപ്പിച്ചുകൊണ്ട് കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കുവാനോ അതിന് തക്കവണ്ണം സ്ഥാനക്കയറ്റം ലഭിക്കുവാനോ യോഗം കാണുന്നു. വ്യാപാര വിപണന വിതരണ മേഖലകളിലുള്ള മാന്ദ്യമായിട്ടുള്ള അവസ്ഥകളെല്ലാം മാറി കൂടുതൽ പണം മുതൽ മുടക്കുവാനുള്ള യുക്തമായിട്ടുള്ള തീരുമാനം സ്വീകരിക്കുവാനും അതിനുവേണ്ടി വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം തേടുവാനും യോഗമുണ്ട്. ആധ്യാത്മിക ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. തൊഴിൽ മേഖലകളോടനുബന്ധമായി മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാനുള്ള യോഗം കാണുന്നു. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുന്നത് ഗുണകരമായി തീരും. ഒരു പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലെ ആരാധനാലയത്തിന് സജീവ സാന്നിധ്യം വേണ്ടി വരുവാനും ആചാര്യസ്ഥാനം വഹിക്കുവാനുമുള്ള അവസരം ഉണ്ടായിത്തീരും. വാഹനം മാറ്റി വാങ്ങുവാൻ തീരുമാനിക്കും. നിലവിലുള്ള ഗൃഹത്തിന് സൗകര്യക്കുറവുള്ളതിനാൽ മറ്റൊരു ഗൃഹം വാസ്തുശാസ്ത്ര പ്രകാരമുള്ള ഗൃഹം വാങ്ങിക്കുവാൻ തീരുമാനിക്കുവാനുള്ള യോഗം കാണുന്നു. ഏതൊരു കാര്യവും വളരെ സസൂക്ഷ്മം ചെയ്ത് ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് വഴി മനസ്സമാധാനം, സ്വസ്ഥത എന്നിവ എല്ലാ പ്രകാരത്തിലും വന്നു ചേരും. പൊതുവെ കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം സംജാതമാകുവാനും തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ പുരോഗതി ഉണ്ടാകുവാനും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിന്നും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനും അവിട്ട നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗമുണ്ട്. നമസ്കാരം.